അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമുക്കറിയാം, ലോകാരോഗ്യ ദിനം എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യം, അങ്ങനെ ഇപ്പോഴത്തെ സമയങ്ങളിലൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഒക്കെ പണ്ട് കാലത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ജീവിത രീതിയായാലും ജീവിതശൈലി ആയാലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ നല്ല ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഡോക്ടർമാരെ സംബന്ധിച്ച് നല്ല ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ആരോഗ്യം എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഭക്ഷണക്രമം, പിന്നെ നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പോൾ ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഓരോ ജിയോഗ്രഫിക്ക്, അതായത് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഉള്ള ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ കാലാകാലങ്ങളായി ഓരോ സ്ഥലത്തും വ്യത്യാസമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെല്ലായിടത്തുമുള്ള ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ വന്നിട്ട് നമ്മൾ എവിടുത്തെ കൊറിയൻ ഫുഡും നമ്മളിവിടെ കഴിക്കും, ബാക്കിയുള്ള വെസ്റ്റേൺ ഫുഡ്സും എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരം എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനബിൾ ഫാക്റ്റാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഭക്ഷണ രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ എക്സസൈസും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ കൂടുതലും സെഡൻറ്ററി ലൈഫ്, അതായത് വെറുതെ ഇരുന്നു കൊണ്ടുള്ള ജോലികൾ ചെയ്യുന്നവരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് വേണം? അപ്പോൾ അവരുടെ എക്സസൈസിന്, അപ്പോൾ എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തുക. പിന്നെ ഈ പല ന്യൂസും നമ്മൾ കാണാറുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ ഭക്ഷണം കഴിക്കാം, ഈ ഭക്ഷണം കഴിക്കാം, അങ്ങനെ പല ന്യൂസും നമുക്ക് എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ സയൻറ്റിഫിക് ചിന്ത, ശാസ്ത്രീയമായ ഒരു മനോഭാവം അവിടെ വേണം എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ബേസിസ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാനും പറ്റും. അപ്പോൾ അത് ചോദിച്ച് അത് ശരിയാണ്, എനിക്ക് പറ്റുന്നതാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിലും അതിന് മുന്നേ ഒരു ഹെൽത്ത് ചെക്കപ്പും അതിലുള്ള എക്സസൈസസ് ഏതൊക്കെയാണ് നമുക്ക് പറ്റിയത് എന്നുള്ളത് ഒരു ട്രെയിനറുടെ സഹായത്തോടെയും കൺസൾട്ടൻറ്റിൻ്റെ സഹായത്തോടു കൂടിയും തീരുമാനിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സഡൻ ഡെത്തൊക്കെ നമ്മൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഒന്നുമില്ല. അപ്പം അത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം നമ്മൾ ആ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന് പറ്റിയത് എന്താണ്, നമുക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, അപ്പോൾ നേരത്തെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക, നമ്മുടെ റിസ്ക് എങ്ങനെയാണെന്നുള്ള അനലൈസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ ആരോഗ്യത്തിൽ പ്രധാനമായും ഇതാണ്, നമ്മൾ നമ്മുടെ കണ്ണും ചെവിയും തുറന്നു തന്നെ വെക്കുക, ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.